കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആഹാ, തനിക്കിപ്പോ കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയോ? അറിയാം. ഇത് ബ്രദർ ഇൻ ലോയ്ക്ക് ഈ അനിയത്തിക്കുട്ടിയുടെ പ്രസന്റേഷനാ. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോ താൻ റിയൽ ആയിട്ടും ചേഞ്ച് ആയല്ലേ? യെസ്, സരോജാമ്മ പറഞ്ഞൊരു ഉദാഹരണമാണ് വാലിഡ് പോയിന്റ്. എന്നെ പോലെയുള്ള ഓരോ പെണ്ണും ഓരോ ചെറിയ അരുവികളാ. ഭർത്താവിന്റെ കുടുംബം എന്ന മഹാനദിയിലേക്ക് ചെന്ന് ചേരുമ്പോ സ്വയം അലിഞ്ഞ് അതിനോടൊന്നാവണം നമ്മള്. ഒരേ ദിശയിലേക്കുള്ള ഒഴുക്ക്. പിന്നെ നമുക്ക് വേർപിരിയാനാവില്ല. അതാണ് സത്യം. കറക്റ്റ്, അതാണ് സത്യം. ഇന്നു മുതൽ നമ്മളും അങ്ങനെ തന്നെ ഒന്നായി ഒഴുകും. ഒരു ഡിവോഴ്സും നമ്മളെ വേർപ്പെടുത്തില്ല. രഘുവിന്റെ വാക്ക്. താൻ ഇവിടെ നിൽക്കുകയാണോ? ഞാൻ എവിടെയെല്ലാം നോക്കിയെന്നറിയോ? താനെന്താ ഇന്ന് ഇവിടെ വന്ന് കിടക്കുന്നത്? ഇന്നു മുതല് വീണ്ടും ഇവിടെ കിടക്കാന്ന് കരുതി. അതെന്താ കുറെ ദിവസമായിട്ട് മുറിയിലല്ലേ കിടക്കുന്നത്? സോ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് സാറോ ഞാനോ ആരോ ഒരാൾ കണ്ട കണി ശരിയല്ല. അതാ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ തർക്കാവുന്നത്. ഇനി മുറിയിലും കൂടി വന്ന് കിടന്ന് വഴക്കൂടാൻ വയ്യ. അതാ ഞാനായിട്ട് മാറിക്കിടക്കാന്ന് കരുതിയത്. അങ്ങനെ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ വന്ന് കിടക്കേണ്ട കാര്യമുണ്ടോ? അതിന് ഇവിടെ എന്താ കുഴപ്പം? ഒരു കാര്യം പറഞ്ഞ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരമായിട്ട് താൻ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുകയാണോ? കണ്ടോ, ഇപ്പോഴേ സാറിന്റെ മട്ടും ഭാവവും മാറി. അതാ സാറിനെ ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങോട്ട് വന്നത്. അപ്പൊ കൂടെ വന്ന് സാർ എന്നെ ബുദ്ധിമുട്ടിക്കാണോ? ബുദ്ധിമുട്ടിന്റെ കാര്യമല്ല, സെക്യൂരിറ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി മുതൽ താൻ റൂമിൽ വന്ന് കിടന്നാൽ മതി. സാർ എന്നോട് എന്തെങ്കിലും മനസ്സിൽ വെച്ചാണോ സംസാരിക്കുന്നത്? നേരത്തെ ഡൈനിങ് ടേബിളിന്റെ അവിടെ വെച്ചും സാർ അനിഷ്ടത്തോടെയാ സംസാരിച്ചത്. ഇപ്പൊ സെക്യൂരിറ്റി എന്നും പറഞ്ഞു. ഇഷ്ടത്തിന്റെയും അനിഷ്ടത്തിന്റെയും കാര്യം രണ്ടാമത്. ഒന്നാമത്തത് ഈ വീട്ടിലെ എല്ലാവരുടെയും സുരക്ഷയാണ്. മുൻപൊന്നും ഇല്ലാത്ത എന്ത് സുരക്ഷാക്കുറവാ സർ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ തനിക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളുണ്ടാവും. 2 മിനിറ്റ്, 2 മിനിറ്റ് ഞാൻ സമയം തരും. അതിനുള്ളിൽ താഴെ വന്ന് കിടന്നോണം. എന്താ സരോജന്റെ ഇങ്ങനെ നോക്കുന്നത്? ഓ, എന്റെ ഡ്രസ് കണ്ടിട്ടാണോ? ഇത് ശ്രീലക്ഷ്മിയുടെ തന്നെയാ. 1-2 മാത്രമേ എനിക്ക് പാകത്തിനുള്ളൂ. ബാക്കി എല്ലാം ചെറുതാ. ഞാൻ വല്ലാതെ തടി വെച്ചോ ആന്റി? അയ്യോടാ, ഈ ആന്റി എന്താ ഇങ്ങനെ? നമുക്കിവിടെ എന്തെങ്കിലും സംസാരിച്ചിരിക്കാന്നേ. നമ്മൾ പെണ്ണുങ്ങൾക്കാണോ സംസാരിച്ചിരിക്കാൻ ക്ഷാമം? അയ്യോ, വാ തോരാതെ എന്നോട് സംസാരിച്ചോണ്ടിരുന്ന ആളാ ഇപ്പത് ഇങ്ങനെ ഇരിക്കുന്നത്. ഓ, മൗനം വിദ്വാന ഭൂഷണം എന്നാണല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ അത് തന്നെയാ നല്ലത്. ഓഫ്, നല്ല ക്ഷീണം. എങ്കി പിന്നെ
ഞാനൊന്ന് ഉറങ്ങട്ടെ. കുറെ നാളിന് ശേഷം ഇന്നൊന്ന് സുഖമായിട്ട് ഉറങ്ങണം. മുന്നില് കാരാഗ്രഹം, ഉള്ളില് പ്രതികാരവും. ഉറക്കയില തള്ളി നീക്കിയ കുറെ ദിവസങ്ങളും ആരുടെയും ശല്യമില്ലാതെ, നിബന്ധനകളൊന്നുമില്ലാതെ സുഖമായിട്ടൊന്ന് ഉറങ്ങണം. അതിന് ഈ വീടോളം പോകുന്ന മറ്റൊരു സ്ഥലം ഈ ലോകത്തില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. അപ്പൊ ശരി സരോജ ആന്റി, ഗുഡ് നൈറ്റ്. പിന്നെ നിങ്ങൾ വലിയ സ്മാർട്ടാണെന്നൊക്കെ എനിക്കറിയാം. രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാൻ അറിയില്ല എന്നും എനിക്കറിയാം. ഞാൻ ഇവിടെയുള്ള കാര്യം ആരും അറിയരുത്. ഞാൻ ഉറങ്ങുമ്പോ അതിബുദ്ധിക്ക് വല്ലതും ശ്രമിച്ച എന്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവരുത്. ഞാനായിട്ട് ഉണരുന്നതല്ലാതെ മറിച്ചെന്തെങ്കിലും സംഭവിച്ച ഭർത്താവിന്റെ അടിവയറ്റിൽ പച്ചിരുമ്പ് കേറ്റിന്റെ ആകസ്തുത. മനസ്സിലായോ? എന്തത്? തലേണ. അതെനിക്ക് മനസ്സിലായി. ഇതെടുത്ത് ഇവിടെ വെച്ചിരിക്കുന്ന എന്തിനാണെന്ന്. അത് തനിക്ക് കാലെടുത്ത് വെച്ച് കംഫർട്ടായിട്ട് കിടക്കാൻ വേണ്ടിയാ. എനിക്ക് സാറിന്റെ അടുത്ത് കിടക്കുന്ന കംഫർട്ട്. അടുത്ത് കിടക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ കയ്യും കാലും ദേഹത്തേക്ക് എടുത്തെടുത്ത് വെക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. മുൻപും നമ്മൾ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പിന്നെ ഇപ്പൊ എന്താ അത് ബുദ്ധിമുട്ടായത്? ആ സമയത്ത് താൻ ശ്രീലക്ഷ്മി എന്നായിരുന്നു എന്റെ ധാരണ. അല്ലെന്ന് ഇപ്പൊ ഉറപ്പായ സ്ഥിതിക്ക് അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ചേടാ, ഇതെന്ത് കൂത്ത്? ടെറസിൽ പോയി കിടക്കാൻ പോയ എന്നെ വിളിച്ചിവിടെ കൊണ്ടുവന്നു. ഇപ്പൊ പറയുന്നു ബുദ്ധിമുട്ടാണെന്ന്. കൺമണി ഞാൻ എന്തിനാണാവോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ആ ഒരു ഉദ്ദേശം മാത്രമാണ് എനിക്കിപ്പോഴുള്ളത്. മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കാൻ. അത് മാത്രം താനിപ്പോ ചെയ്താൽ മതി. ഈ വെഡിങ് ആനിവേഴ്സറി ഒക്കെ നടത്തുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഭാര്യയ്ക്ക് പകരം വേറൊരു പെണ്ണിനെ കൊണ്ടുവന്ന് നിർത്തി എല്ലാവരും പറഞ്ഞു പറ്റിച്ച് വെഡിങ് ആനിവേഴ്സറി നടത്തുന്ന ലോകത്തെ ആദ്യത്തെ ഭർത്താവായിരിക്കും ഞാൻ. കരാർ കഴിയുന്നവരെ എങ്ങനെങ്കിലും താനൊന്ന് പിടിച്ചേക്ക്. അത് കഴിഞ്ഞ ആള് തിരിച്ചു പോ. അതാ നല്ലത്. എപ്പ വേണമെങ്കിലും കരാർ പുതുക്കാമെന്ന ധാരണയില്ല ഞാനെന്ന് ഒപ്പിട്ടത്. അയ്യോ വേണ്ട, ഇനി അങ്ങനെ ഒരു ധാരണയും വേണ്ട.
ആഹാ, സാറിന്റെ വർത്താനം കേട്ടാ തോന്നും ഞാനായിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന്. എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് സാറ്, ശ്രീലക്ഷ്മിയായി അഭിനയിക്കണമെന്ന് പറഞ്ഞത് സാറ്, ഞാൻ ശ്രീലക്ഷ്മിയാണെന്ന് എല്ലാരോടും പറഞ്ഞത് സാറ്. അഭിനയം പോരാ, കുറച്ചുകൂടി ശ്രീലക്ഷ്മി ആവണമെന്ന് പറഞ്ഞതും സാറ്. ഈ പറഞ്ഞതിനൊക്കെ പശ്ചാത്താപത്തോടെ ഞാൻ മാപ്പി വയ്ക്കുന്നു. സാറ് മാപ്പൊന്നും പറയണ്ട, തെറ്റെന്റെയാ. ഞാനേ കുറച്ച് കൂടുതൽ ശ്രീലക്ഷ്മി ആയിപ്പോയി. പല സാഹചര്യങ്ങളിലും ഒരു പൊടിക്ക് അഭിനയം കൂടിപ്പോയി. അത് ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. പക്ഷേ ഇപ്പൊ ചില സമയത്തുള്ള സാറിന്റെ പെരുമാറ്റം കണ്ടാ തോന്നും ഞാൻ ശരിക്കും ശ്രീലക്ഷ്മിയാണെന്നും സാർ ഇവിടെ രവിചന്ദ്രവർമ്മനായിട്ട് അഭിനയിക്കാൻ വന്നതാണെന്നും. ഞാൻ ആലോചിക്കായിരുന്നു കൺമണിക്ക് ഇതെന്താ പറ്റിയതെന്ന്. ശ്രീലക്ഷ്മി ആവാഹിച്ച ദേഹത്ത് കയറ്റിയപ്പോഴേക്കും കൺമണി ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു. നീലഹസ്തി കണ്ണമ്മയായിരുന്നെങ്കിലേ എന്തൊക്കെ സംഭവിച്ചേനെ. എന്നിട്ടും സാറിന് ഒരു വിലയില്ല. ഞാൻ എന്ത് ചെയ്താലും കുറ്റം. എന്തേലും അഭിപ്രായം പറഞ്ഞാ, എന്തേലും ചോദിച്ചാ അത് മാത്രോ. എന്റെ പരാതികൾ കുറച്ച് ഓവറായി പോയേനി. അതുകൊണ്ടാണോ സാർ ഉറങ്ങുന്നത്? ഹലോ, ഇങ്ങനെ ആലോചിച്ച് ഈഴേര് ലോകവും സ്വപ്നം കണ്ടു നിന്നാ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? ദാ സംസാരിക്കും. പ്രിയപ്പെട്ട ശ്രീയുടെ അച്ഛനാ. ഹലോ. ആ സരോജം, സരോജം, നീ കരയേണ്ട സരോജം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസങ്ങളിൽ ഈ 2 ദിവസം കൂടി ഇരിക്കട്ടെ. അതുവരെ നീ കുഴപ്പത്തിനൊന്നും പോണ്ട. നിന്റെ പേടി എന്താണെന്ന് എനിക്കറിയാം. എന്നാ പേടി വേണ്ട. രവി സാറിനെ, നമ്മുടെ മോളെയും അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം രാഗസ്വയുടെ എത്രയോ പടി മുകളിലാണ് രവി സാറ്. അതുകൊണ്ട് അതോർത്ത് നീ വിഷമിക്കണ്ട. രാഗസ്വതയെ വിഷമിക്കുന്ന രീതിയിൽ നീ ഒന്നും ചെയ്യരുത്. മതി മതി. ഹലോ ഹലോ ഹലോ, ഫോണിങ് എടുക്ക. ഭർത്താവിന് ജീവനുണ്ടെന്നും സുരക്ഷിതമായ സ്ഥലത്താണെന്നും ബോധ്യമായല്ലോ. അത് മതി. ദേ, എന്നെ ശല്യം ചെയ്യാതിരുന്നാ ഞാനും ശല്യം ചെയ്യില്ല. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നതേ നിങ്ങൾ ആരുമല്ല എന്റെ ടാർഗറ്റ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനാ. ആന്റി, സരോജ ആന്റി, ആന്റി,
ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിളിച്ചത് ആന്റി കേട്ടില്ലായിരുന്നോ? അത് ഞാൻ കിടക്കുകയായിരുന്നു മോളെ. എന്തോ ഭയങ്കര തലവേദന. മോളെപ്പോ വന്നു? കുറച്ചു നേരം ആയതേ ഉള്ളൂ. എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ വീട്ടിലിരിക്കായിരുന്നു, അതെടുക്കാൻ വന്നതാ. വിനയനോ? വിനയം വന്നില്ല, ഞാൻ ബസ്സിൽ ഇങ്ങ് പോന്നു. ആന്റി, പിന്നെ എന്റെ ഒരു റെക്കോർഡ് ബുക്കും 1-2 സർട്ടിഫിക്കറ്റ്സും ശ്രീയുടെ കയ്യിലായി പോയായിരുന്നു. അവളെ വിളിച്ചപ്പോ ആന്റി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്നെടുത്തു തരാവോ? ആ, അതിവിടെ ഇരിപ്പുണ്ട്. മോൾ ഇവിടെ നിൽക്ക്, ഞാൻ എടുത്തോണ്ട് വരാം. എന്താ ആന്റി, കണ്ടില്ലേ? ഞാനും കൂടി ഒന്ന് നോക്കാം. കിട്ടി കിട്ടി കിട്ടി. ദാ ദാ. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ആന്റി. ആന്റി റെസ്റ്റ് എടുക്ക. ഹലോ. അപ്പൊ കണ്ട പോലെ അല്ല, അത്യാവശ്യം കള്ളമൊക്കെ കാണിക്കാനും അറിയാം. ആ, അത് പിന്നെ സ്വന്തം ഭർത്താവിന്റെ തലയ്ക്ക് മീതെ ഒരു വാളിങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാനാവും? വണ്ടി തിരിച്ചിട്ടുള്ളൂ. ശരി മേഡം. ഓക്കെ. സാറെന്താ ഓഫീസിൽ പോകുമ്പോഴേ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞത്? എന്തായാലും പറയാം സാർ. സാൻഡ്ര, രാഗസുധ ഇന്നലെ രാത്രി ജയിൽ ചാടി. ഞാനും രാജാറാവ് അല്ലാതെ ഈ വാർത്ത വേറൊരു ചെവിയിൽ എത്തരുതെന്ന് കരുതിയതായിരുന്നു. പക്ഷെ അതിലൊരു മാറ്റം. കാരണം എന്നെക്കാളും ഞാൻ ആലോചിച്ചത് ശ്രീലക്ഷ്മിയുടെ കാര്യം.
ശ്രീലക്ഷ്മി ആയാലും കൺമണി ആയാലും എനിക്ക് നേരെ വരുന്ന ആക്രമണത്തിൽ അവൾ പെടാൻ പാടില്ല. യുദ്ധത്തിന് അവസാനം നിരായുധനായിട്ട് ഞാൻ നിൽക്കേണ്ടി വന്നാലും എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു പോറൽ പോലും ഉണ്ടാകരുത്.